നിർബന്ധിത സേവനം. നഴ്സിംഗ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പണിമുടക്ക് തുടരുകയാണ്. നിർബന്ധിത സേവനം നടത്തുന്ന നഴ്സിംഗ് ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികളുടെ രാത്രികാല ജോലിക്രമത്തിലെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചിരുന്നു. ഞങ്ങളുടെ സമരം ഇപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 3 ദിവസമായിട്ടും ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യത്തിന് ഒരു മറുപടിയും ഞങ്ങളുടെ അതോറിറ്റി ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങളുടെ മെയിൻ അതോറിറ്റി ആണെന്ന് പറയപ്പെടുന്ന പ്രിൻസിപ്പൽ മുഖേന ഇന്നലെ ഞങ്ങളൊരു ചർച്ചയ്ക്ക് പോയിരുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ. അദ്ദേഹത്തോടൊപ്പം നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കോളേജിൽ നിന്നുള്ള പ്രതിനിധികൾ, സാറുമാരും പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ തുടങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളുടെ 4 പ്രതിനിധികളുണ്ടായിരുന്നു. എല്ലാവരും കൂടെയാണ് ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ കുറവുണ്ടായിരുന്നത് മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ കുറവായിരുന്നു. സാറ് നേരിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നേരിട്ട് സാറിനെ വിളിക്കുകയും മെഡിക്കൽ സൂപ്രണ്ടിനെ വിളിക്കുകയും അദ്ദേഹം ഒരു കാരണവശാലും നമ്മുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ആയിട്ടില്ല, അദ്ദേഹം വരണമെന്ന് പറഞ്ഞു, നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഒരു തരത്തിലും നമ്മുടെ മീറ്റിങ്ങിൽ എത്തിച്ചേർന്നിരുന്നില്ല. അവസാനം അത്രയും ഉണ്ടായിരുന്നവർ വെച്ചിട്ടാണ് ഒരു തീരുമാനമെടുത്തത്, നമുക്ക് സ്റ്റാഫിനെ പോലെ തന്നെയുള്ള പരിഗണന തരിക. അതിന് പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ KNMC രജിസ്ട്രേഷൻ കഴിഞ്ഞ് ലൈസൻസ് നമ്പറുള്ള നഴ്സുമാരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു വിവേചനം എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് പറയുകയും പ്രിൻസിപ്പൽ മുഖേന, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ മുഖേന എല്ലാവരും കൂടെ എടുത്ത തീരുമാനത്തിൽ നിങ്ങളെ സ്റ്റാഫായി പരിഗണിക്കാൻ പറ്റുമോ എന്ന് നഴ്സിംഗ് സൂപ്രണ്ടിനോട് ചോദിക്കുകയും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ലെറ്ററും നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ലെറ്ററും ഫോർവേഡ് ചെയ്ത് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, ഇതുവരെയായിട്ടും ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു വിദ്യാർത്ഥികളെയും കൂടെ കൂട്ടിയിട്ടൊരു പ്രതിഷേധത്തിന് ഇറങ്ങിയത്. രാത്രികാല ജോലിക്രമം 12 ദിവസമാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് കേരള കമ്പൽസറി നഴ്സിംഗ് സർവീസസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം. ഇതോടനുബന്ധിച്ച് ഇന്ന് രാവിലെ നഴ്സിംഗ് സൂപ്രണ്ട് ഓഫീസ് ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികളും ഗവൺമെന്റ് ഓഫ് കോളേജ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളും ചേർന്ന് ഉപരോധിച്ചു. ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായി നടന്ന ചർച്ചയിൽ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെയും നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെയും അഭിപ്രായം ആരാഞ്ഞിരുന്നു. ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾക്ക് സ്റ്റാഫ് നഴ്സിംഗിൻ്റെ അതേ പരിഗണന നൽകി സ്വതന്ത്രമായി ജോലിയെടുക്കുന്നതിനുള്ള ആവശ്യമാണ് ഇരുവരോടും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 24 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും നിർബന്ധിത സേവനം ചെയ്യുന്ന നഴ്സുമാരും സംയുക്തമായി നഴ്സിംഗ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചത്. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.